ഹായ്, എല്ലാവർക്കും മൈവേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ബുധനാഴ്ചയാണ്. അപ്പൊ നമുക്ക് ബേസിക് കുക്കിംഗ് ടിപ്സ് ആണ് നോക്കേണ്ടത് അല്ലേ? ഇന്നത്തെ ബേസിക് കുക്കിംഗ് ടിപ്സിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഒരു കട്ടൻ ചായ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതാണ്. ഇതിനു മുന്നേയും ഞാൻ ഒരു കട്ടൻ ചായയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കട്ടൻ ചായ. അതിലേക്ക് കുറച്ച് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ആ കട്ടൻ ചായ തയ്യാറാക്കിയെടുക്കുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ സാധാരണ എങ്ങനെയാണോ തയ്യാറാക്കുന്നത് ആ ഒരു രീതിയിലാണ് ഇത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ബിഗിനേഴ്സിനൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് ഹെൽപ്ഫുൾ ആവും ഈ വീഡിയോ എന്ന്. കണ്ടു നോക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം. നോക്കാം നമുക്ക് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ടൻ ചായ തയ്യാറാക്കി എടുക്കുക എന്നുള്ളത്. കട്ടൻ ചായ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം 2 ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലാസ്സിനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏത് ഗ്ലാസ് ആണോ ചായ കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്ലാസ്സിന് നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം എടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾ ഇതിനു മുമ്പ് എൻ്റെ ചായയുടെ റെസിപ്പി കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. വെള്ളത്തിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്ത് തിളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ആവശ്യത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളത്തിന് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി മധുരം മുന്നിട്ട് നിൽക്കണം കട്ടൻ ചായ ആണെങ്കിൽ, എങ്കിലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. ഇനി അത്രയും ചേർക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മധുരം ചേർക്കാം. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം വേണം നമുക്ക് പൊടി ഇടാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് ഇഞ്ചി ചേർക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഞ്ചി ഇതിലേക്ക് ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സിനമൺ ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അല്ലെങ്കിൽ ഏലക്ക ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. നമ്മൾ സാധാരണ വീട്ടിൽ എങ്ങനെയാണോ കട്ടൻ ചായ വെക്കുന്നത് അതുപോലെയാണ് ഞാനിന്ന് വെച്ച് കാണിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ ഈ പഞ്ചസാരയൊക്കെ ഇതിൻ്റെ അകത്ത് നന്നായിട്ട് ലയിക്കും. അപ്പൊ കട്ടൻ ചായ ഉണ്ടാക്കാൻ എന്നെ പഠിപ്പിച്ചത് എൻ്റെ ചേച്ചിയുടെ മദറിൻലോ ഉണ്ട്. അമ്മ കട്ടൻ ചായ മാത്രമേ കുടിക്കുകയുള്ളൂ. അപ്പൊ അമ്മയുടെ കട്ടൻ ചായയും പരിപ്പോടയും എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. ഇവിടെ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അമ്മയാണ് എന്നെ പഠിപ്പിച്ചു തന്നത് ഈ ഒരു രീതിയിൽ കട്ടൻ ചായ വെക്കാനായിട്ട്. അമ്മ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം തിളയ്ക്കുന്ന സമയമുണ്ടല്ലോ, ഈ സമയത്ത് അങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്യും. എന്നിട്ട് ഇതിലേക്ക് പൊടി ചേർക്കും. അങ്ങനെയാണ് ചെയ്യണത്. നമ്മൾ സാധാരണ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടി ചേർത്ത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യും, അങ്ങനെയല്ലേ. പക്ഷെ അമ്മ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പൊ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല വ്യത്യാസമുണ്ട്, നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ. ഇപ്പൊ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇപ്പൊ ഞാൻ തേയില ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് 1/4 ടീസ്പൂൺ തേയിലപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് അധികം കടുപ്പ ഇഷ്ടമല്ല. അപ്പൊ നിങ്ങൾക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കട്ടൻ ചായ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ 1/4 ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. കണ്ടോ, നല്ല കളറും വന്നത് കണ്ടോ. ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കാം. കണ്ടോ, നല്ല കളറല്ലേ നോക്ക്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അങ്ങനെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ടൻ ചായ തയ്യാറാക്കിയെടുത്തു. നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എൻ്റെ അടുത്ത് പറയണം. അപ്പൊ നിങ്ങൾ 2 രീതിയിലും ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാകും കേട്ടോ. ഇനി മറ്റൊരു ബേസിക് കുക്കിംഗ് ടിപ്പുമായിട്ട് അടുത്ത ബുധനാഴ്ച നമുക്ക് കാണാം. ബൈ.